BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈനും US ചേരുന്ന സമഗ്ര സുരക്ഷാ കരാറിൽ UK ഒപ്പുവെച്ചു. വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽ സയാനി, UKയുടെ മിഡിൽ ഈസ്റ്റ് നോർത്ത് ആഫ്രിക്ക മന്ത്രി ഹാമിഷ് ഫാൽക്കൺ, US അസിസ്റ്റന്റ് സെക്രട്ടറി ഓഫ് നിയർ ഈസ്റ്റേൺ അഫയേഴ്സ് ബാർബറ ലീഫ് എന്നിവരാണ് കരാറിൽ ഒപ്പുവെച്ചത്. ബഹ്റൈനിലെ റീഡ്സ് കാൾട്ടണിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് റീജിയണൽ സെക്യൂരിറ്റി ഉച്ചകോടി 20ാം പതിപ്പ് മനാമ ഡയലോഗ് 2024 ഭാഗമായാണ് ഉടമ്പടി ഒപ്പുവെച്ചത്. ബഹ്റൈൻ കിരീടാവകാശിയും സായുധ സേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയാണ് മനാമ ഡയലോഗ് സെക്യൂരിറ്റി കോൺഫറൻസിന്റെ 20ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തത്. പ്രാദേശികവും ആഗോളവുമായ സുരക്ഷയും സ്ഥിരതയും ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്നുവരുന്ന വെല്ലുവിളികൾ നേരിടുന്നതിനും എല്ലാ രാജ്യങ്ങൾക്കും പ്രയോജനപ്പെടുന്ന സുസ്ഥിര പരിഹാരങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള കൂട്ടായ ശ്രമങ്ങളുടെ പ്രാധാന്യം അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. അന്താരാഷ്ട്ര സുരക്ഷയും സമാധാനവും മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തന്ത്രപരമായ പങ്കാളിത്തം പ്രധാനമാണ്. ഇക്കാര്യത്തിൽ പ്രാദേശികവും അന്തർദേശീയവുമായ സംഭവ വികാസങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൈമാറുന്നതിന് ഇത്തരം സമ്മേളനങ്ങൾ സഹായകമാണ്. വിദേശനയം, പ്രതിരോധം, സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെ അഭിസംബോധന ചെയ്യുന്ന അന്താരാഷ്ട്ര വേദിയായി കഴിഞ്ഞ 25 വർഷമായി മനാമ ഡയലോഗ് മാറി. നിരവധി മുതിർന്ന ഉദ്യോഗസ്ഥരും പ്രതിനിധികളും ഡയലോഗിൽ പങ്കെടുക്കുന്നുണ്ട്. ആണവ വ്യാപനമുണ്ടാകുന്ന വെല്ലുവിളിയടക്കം ഉച്ചകോടിയിൽ 7 പ്ലിനറി സെഷനുകളുമുണ്ട്. ഭൂമിയുടെ ആരോഗ്യകരമായ പ്രാധാന്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും മണ്ണിലെ വിഭവങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനും പ്രവാസികളെ ബോധവാന്മാരാക്കുന്നതിന്റെ ഭാഗമായി ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ച് പ്രവാസി മിത്ര ന്യൂ ഹൊറൈസൺ സ്കൂളിന് വൃക്ഷത്തൈകൾ സമ്മാനിച്ചു. പ്രവാസി മിത്ര സെക്രട്ടറിമാരായ സബീന അബ്ദുൽ ഖാദർ, റെനി വിനേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ റഷീദ ബദർ, അസൂറ പ്രവാസി വെൽഫെയർ പ്രസിഡന്റ് ബദറുദ്ദീൻ പൂവാർ, ഫസൽ റഹ്മാൻ പൊന്നാനി, വിനേഷ് എന്നിവർ പങ്കെടുത്തു. പുതിയ തലമുറയ്ക്ക് പ്രകൃതിയോടുള്ള താൽപര്യം വളർത്തുന്നതിനും ഭക്ഷ്യസുരക്ഷയ്ക്കും പാരിസ്ഥിതിക പ്രതിരോധത്തിനും വേണ്ടി നാം അധിവസിക്കുന്ന മണ്ണിനെ സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായ മണ്ണ് പരിപാലന രീതികളും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനും സ്കൂൾ നടത്തുന്ന പ്രവർത്തനങ്ങളെയും കുട്ടികൾക്ക് നൽകി വരുന്ന ബോധവൽക്കരണ പ്രോത്സാഹനങ്ങളെയും പ്രിൻസിപ്പൽ വന്ദന സതീഷ്, നോൺ അക്കാദമിക് സൂപ്പർവൈസർ ലിജി ശ്യാം എന്നിവർ പ്രവാസി മിത്ര സംഘത്തോട് വിശദീകരിച്ചു. പ്രവാസി മിത്ര നടത്തുന്ന സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ ചോദിച്ചറിഞ്ഞ പ്രിൻസിപ്പൽ വന്ദന സതീഷ് പ്രവാസി മിത്രയുടെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ബോധിധർമ്മ മാർഷൽ ആർട്സ് അക്കാദമിയും ഗ്രേഡിംഗ് ടെസ്റ്റും ചാമ്പ്യൻഷിപ്പും മുഹറഖ് അൽ അസ് ഇലാഹി സെന്ററിൽ നടന്നു. ഹൂറ ഗുദൈബിയ MP മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി മുഖ്യാതിഥിയായിരുന്നു. ഷംസ് അക്കാദമി ഡയറക്ടർ ഫരീദ് ഷായിബ്, ന്യൂ ഹൊറൈസൺ സ്കൂൾ ചെയർമാൻ ജോയ് മാത്യു, മുഹറഖ് മലയാളി സമാജം പ്രസിഡന്റ് അനസ് റഹീം, സാമൂഹിക പ്രവർത്തകൻ സെയ്ദ് ഹനീഫ്, ബോധിധർമ്മ മെമ്പർ ചാക്കോ ജോസഫ്, അൽമിന ഡയറക്ടർ അബ്ദുൽ ലത്തീഫ് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ബോധിധർമ്മ ചീഫ് മാസ്റ്റർ ഷമീർ ഖാന്റെ നേതൃത്വത്തിലാണ് ടെസ്റ്റും ചാമ്പ്യൻഷിപ്പ് നടന്നത്. ബഹ്റൈൻ മാർഷൽ ആർട്സ് അധ്യാപക രംഗത്തെ 26ാമത് വർഷം പിന്നിട്ട ചീഫ് മാസ്റ്റർ ഷമീർ ഖാന് MP മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി മെമ്മന്റോ നൽകി ആദരിച്ചു. മികച്ച പ്രകടനം കാഴ്ചവെച്ചവർക്ക് ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്നീ മെഡലുകൾ MP മുഹമ്മദ് ഹുസൈൻ അൽ ജനാഹി, ഫരീദ് ഷായിബ്, ജോയ് മാത്യു എന്നിവർ സമ്മാനിച്ചു. ബഹ്റൈൻ നവകേരള ഹമദ് ടൗൺ മേഖലാ സമ്മേളനം കോർഡിനേഷൻ സെക്രട്ടറി ഷാജി മുതല ഉദ്ഘാടനം ചെയ്തു. ബിജു ജോൺ അധ്യക്ഷനായിരുന്നു. രാജു സക്കായി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. മേഖലാ പ്രവർത്തന റിപ്പോർട്ട് സംഘടനാ സെക്രട്ടറി ശ്രീജിത്ത് മുഖേരി അവതരിപ്പിച്ചു. കോർഡിനേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജേക്കബ് മാത്യു, സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് NK ജയൻ, സെക്രട്ടറി AK സുഹൈൽ, MC പവിത്രൻ, അനു യൂസഫ്, പ്രശാന്ത് മാണിയത്ത് എന്നിവർ ആശംസ അറിയിച്ചു. രാജ്കൃഷ്ണൻ സ്വാഗതവും ശ്രീജിത്ത് ആവള നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിൽ പുതിയ മേഖല സെക്രട്ടറിയായി രാജ്കൃഷ്ണൻ, പ്രസിഡന്റായി ശ്രീജിത്ത് ആവള, അൻഷാദ് MS ജോയിന്റ് സെക്രട്ടറി, ഫൈസൽ റൂബി വൈസ് പ്രസിഡന്റ്, പ്രിയേഷ് ട്രഷറർ, ശ്രീജിത്ത് മുഖേരി രക്ഷാധികാരി എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായി രാജു സക്കായി, വിജയൻ ഒലിയിൽ, അലക്സ് കുരുവിള, സന്തോഷ് S ബോബി, LP ആചാരി, ബാബു മണ്ണാർക്കാട്, പ്രജുൽ എന്നിവരെ തിരഞ്ഞെടുത്തു. കേന്ദ്ര സമ്മേളന പ്രതിനിധികളായി എക്സിക്യൂട്ടീവ് അംഗങ്ങളെ കൂടാതെ അരുൺ B പിള്ള, അനന്തു, രജിത്, അതുൽ MC, പവിത്രൻ ബിനു, സന്തോഷ് S ചന്ദ്രൻ എന്നിവരെയും സമ്മേളനം തിരഞ്ഞെടുത്തു.
സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ അവതരണ ഗാനം പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടതിന് നടി 5 ലക്ഷം രൂപ പ്രതിഫലം ആവശ്യപ്പെട്ടതായി മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവങ്ങളിലൂടെ പേരെടുത്തവർ കുറച്ച് സിനിമയും കാശുമായപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. നടിയുടെ പേര് എടുത്തു പറയാതിരുന്നു വിമർശനം. ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിന് വേണ്ടി 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു നൃത്തം പഠിപ്പിക്കാമോ എന്നാണ് നടിയോട് ചോദിച്ചത്. അവർ സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ 5 ലക്ഷം രൂപയാണ് നടി പ്രതിഫലം ചോദിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് ഏറെ വേദനിപ്പിച്ച സംഭവമാണിതെന്നും ശിവൻകുട്ടി പറഞ്ഞു. ഇത്രയും വലിയ തുക നൽകി കുട്ടികളെ സ്വാഗത ഗാനം പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചെന്നും സാമ്പത്തിക മോഹികളല്ലാത്ത നൃത്താധ്യാപകർ നിരവധിയുണ്ടെന്നും അവരെ ഉപയോഗിച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്ത നൃത്തത്തിൽ വിജയിച്ചത് കാരണമാണ് സിനിമയിലെത്തുന്നത്. ഇത്തരക്കാർ പിൻതലമുറയിലുള്ള കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ്. കേരളത്തിലെ 47 ലക്ഷം വിദ്യാർത്ഥികളോടാണ് ഈ നടി അഹങ്കാരം കാണിച്ചിരുന്നതെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. സമസ്തയിലെ വിഭാഗീയത അവസാനിപ്പിക്കാൻ നേതൃത്വം വിളിച്ച സമവായ ചർച്ച തിങ്കളാഴ്ച വൈകിട്ട് മലപ്പുറത്ത് പാണക്കാട് സദിഖലി ശിഹാബ് തങ്ങൾ, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, MT അബ്ദുള്ള മുസ്ലിയാർ, PK കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയ ലീഗിൻ്റെയും സമസ്തയുടെയും പ്രമുഖ നേതാക്കൾ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് വിവരം. ലീഗ് അനുകൂല വിരുദ്ധ ചേരികളുടെ പരസ്യപ്പോര് അവസാനിപ്പിക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. ഇരു വിഭാഗങ്ങളെയും ഒരുമിച്ചിരുത്തി പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് നേതൃത്വത്തിന്റെ ശ്രമം. സംസ്ഥയുടെ കീഴ്ഘടകങ്ങളിലുള്ള സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ പോർവിളികളുമായി പരസ്യമായി രംഗത്തെത്തിയ സാഹചര്യത്തിലാണ് അടിയന്തര യോഗം വിളിച്ച് നേതൃത്വത്തിന്റെ ഇടപെടൽ. ശബരിമല മണ്ഡലകാലത്തോടനുബന്ധിച്ച് മദ്യനിരോധന മേഖലയായി പ്രഖ്യാപിച്ചിട്ടുള്ള നിലയ്ക്കലിൽ നിന്ന് 3 ലിറ്റർ വിദേശ മദ്യവുമായി തമിഴ്നാട് സ്വദേശി എക്സൈസിന്റെ പിടിയിലായി. തമിഴ്നാട് പെരുമ്പല്ലൂർ വേപ്പിൻതെട്ട് പെരുന്നല S ജീവനാണ് നിലയ്ക്കൽ പള്ളിയറക്കാവ് ദേവീക്ഷേത്രത്തിന് സമീപത്തു നിന്നും പിടിയിലായത്. നിലയ്ക്കൽ എക്സൈസ് റേഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ M ദിലീപിന്റെ നേതൃത്വത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ KD മാത്യു, പ്രിവന്റീവ് ഓഫീസർ A ശ്രീകാന്ത്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ K പ്രദേശ്, K സ്വരൂപ്, റീന, ഡ്രൈവർ E സത്യൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പതിനേഴ് വയസ്സുകാരി പ്രസവിച്ച സംഭവത്തിൽ ഒപ്പം താമസിച്ച യുവാവും പെൺകുട്ടിയുടെ അമ്മയും അറസ്റ്റിൽ. ഏനാത്ത് കടമ്പനാട് വടക്ക് കടത്താവിള പൂളിവിളയിൽ ആദിത്യൻ, പെൺകുട്ടിയുടെ മാതാവ് എന്നിവരാണ് ഏനാത്ത് പോലീസിന്റെ പിടിയിലായത്. ഇവർ കേസിലെ 1ഉം 2ഉം പ്രതികളാണ്. 3-4 പ്രതികളായ യുവാവിൻ്റെയും മാതാപിതാക്കളുമായി ആലോചിച്ചാണ് കുട്ടിയുടെ അമ്മ ഇരുവരുടെയും വിവാഹം നടത്തിക്കൊടുത്തത്. സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ പ്രതി 17-കാരിയുമായി 2 വർഷത്തോളമായി അടുപ്പത്തിലായിരുന്നു. ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ പീഡിപ്പിച്ച കേസിലും ആദിത്യൻ പ്രതിയാണ്. 17-കാരി ഗർഭിണിയായതോടെ 5-ാം മാസം ആദിത്യൻ്റെ മാതാപിതാക്കൾ ജോലി ചെയ്യുന്ന വയനാട്ടിലെത്തി. കൈനാടി സർക്കാർ ആശുപത്രിയിലാണ് ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. പ്രസവശേഷം 4 മാസം കഴിഞ്ഞ കുഞ്ഞുമായി ഇവിടെ വന്ന് യുവാവിനൊപ്പം താമസിക്കുകയായിരുന്നു. ആദിത്യനുമായി ഇപ്പോൾ പിണക്കത്തിലായ പെൺകുട്ടിയുടെ സഹോദരൻ ചൈൽഡ് ലൈനിൽ വിളിച്ച വിവരങ്ങൾ പറഞ്ഞതോടെയാണ് പുറം ലോകം അറിഞ്ഞത്. ഏനാത്ത് പോലീസ് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി. ബലാത്സംഗത്തിനും പോക്സോ നിയമപ്രകാരവും ബാലനീതി നിയമം അനുസരിച്ചും ബാലവിവാഹ നിരോധന നിയമം വകുപ്പ് 9 പ്രകാരവും കേസ് രജിസ്റ്റർ ചെയ്തു. ആദിത്യനെ ഇന്നലെ സന്ധ്യയോടെ ഇയാളുടെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. പെൺകുട്ടിയുടെ അമ്മയെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തു. പെൺകുട്ടിയുടെ മൊഴി കോടതിയിൽ രേഖപ്പെടുത്തുന്നതിനും അപേക്ഷ സമർപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.